പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സൂപ്പർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം നമുക്ക്. അതിനായിട്ട് ഇതുപോലെ കുറച്ച് ചുവന്നുള്ളി എടുക്കാം. ഇത്രയും തന്നെ വെളുത്തുള്ളി എടുക്കാം. ഒരു 4-5 ഉണക്കമുളക് അതും കൂടെ എടുക്കാം. ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് നന്നായി പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ അരിയാണ്. നമ്മൾ ചോറ് വെക്കുന്ന അരി, നന്നായി കഴുകി ഉണക്കിയെടുത്ത അരി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി നന്നായി മുരിഞ്ഞു വരട്ടെ. ഇനി നമ്മൾ നേരത്തെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി മുളകും കൂടെ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എപ്പോഴും തീ കൂട്ടി വെക്കരുത്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഇളക്കി നന്നായി മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തോട്ട് ചക്ക ചേർത്ത് കൊടുക്കാം. ചക്ക ഒന്നുകിൽ നീളത്തിലരിഞ്ഞത് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വട്ടത്തിലരിഞ്ഞത് ചേർക്കാം. സാധാരണ ചക്ക മെഴുക്കുവരട്ടിക്ക് അധികം മൂക്കാത്ത ചക്കയാണ് എടുക്കുക. വല്ലാതെ മൂത്ത് പോവാത്ത കുറച്ച് മൂപ്പുള്ള ചക്ക എടുത്താൽ മതി. പക്ഷേ എനിക്ക് കിട്ടിയത് നല്ല മൂത്ത ചക്കയാണ്, അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത്. ഏകദേശം 5 പിടിയോളം ചക്ക ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മൂപ്പ് കുറഞ്ഞ ചക്കയാണ് എപ്പോഴും ചക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നല്ലത്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ കൂട്ടി വെക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ഉള്ളി മുളകും ചതച്ച് ആ വഴറ്റുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ ചക്ക ഉണ്ടെങ്കിൽ, ഇതുപോലെ മെഴുക്കുവരട്ടി വെക്കുന്നുണ്ടെങ്കിൽ അധികം മൂക്കാത്ത ചക്ക തന്നെ മെഴുക്കുവരട്ടി വെക്കാൻ ശ്രദ്ധിക്കുക. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ചക്കയൊക്കെ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളം ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. ഇടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പോൾ ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി വെന്തിട്ടില്ലെങ്കിൽ സാധാരണ രീതിയിൽ ചക്ക വേവേണ്ടതാണ്. വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരല്പം വെള്ളം കൂടെ തളിച്ചു കൊടുത്ത് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ചൂട് വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്, ഈ ചക്ക കുഴഞ്ഞു പോകും. ഇപ്പോൾ ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ളു കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അത്രയും മാത്രം കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ചക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെ മെഴുക്കുവരട്ടിയായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ ഒരു പലഹാരം പോലെ നമുക്ക് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ ചക്ക സീസണാണ്. എല്ലാവരും ചക്കപ്പുഴുക്ക് മാത്രം ഉണ്ടാക്കാതെ ഈ ചക്ക മെഴുക്കുവരട്ടി അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് കൂടെ ചെയ്യണേ.